ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറക്കം സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് മലപ്പുറം കോഴിക്കോട് ഒരു എന്താ പറയുക ട്രെയിലർ കാണിച്ചിട്ട് അല്ലെങ്കിൽ ടീസർ കാണിച്ചിട്ട് അവരുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ കോഴിക്കോട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്കമാലി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ ഇത്രയും പേരാണ് സിനിമയുടെ പ്രൊമോഷനായിട്ട് പോകുന്നത്. ഭാരതപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ദേസാന പറഞ്ഞു അത് എന്താ പ്രേതപ്പാലം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രേതപ്പാലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം ഗായ്സ്. പ്രേതപ്പാലം എന്ന് പറഞ്ഞ സാധനം നമ്മളെ പേടിപ്പിക്കാൻ നോക്കി, പക്ഷെ നമ്മൾ പേടിച്ചില്ല. കണ്ട, ആ പാലാണ് ഈ പാലം, ഭാരതപ്പുഴയുടെ മേളിക്കൂടെ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്കും പെട്ടെന്ന് എത്താം. ഗായ്സ്, കിടിലം വീട് കഴിഞ്ഞു പോയി. ഓൾഡ് ബ്രിഡ്ജ് ആയപ്പോഴേക്കും ഞങ്ങൾ മിഠായി തെരുവിൽ എത്തിയിരിക്കുവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പണി തുടങ്ങാൻ, അല്ലേ സന? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ കണ്ടെത്തിയിരിക്കുകയാണ്. മിഠായി തെരുവിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് മൗണ്ട് എയർ കണ്ടീഷൻ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കുറേ നേരമായി, ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല. ഹായ് ഗായ്സ്, അപ്പോൾ കോഴിക്കോട് മലപ്പുറത്തെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് ഷൂട്ട് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ ആച്ചിയുടെ പുതിയ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ അത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ വർക്കിംഗ് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ആദ്യം ഞങ്ങളൊരു 15 ആളുകളോട് റിയാക്ഷനൊക്കെ ചോദിച്ച് ടീഷർട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, വണ്ടി കയറി തിരിച്ച് മലപ്പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സൗണ്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ വന്ന് വീണ്ടും ഒരു 13 പേരോട് ചോദിച്ച് പിന്നെ മലപ്പുറത്ത് പോയി ഒരു ബീച്ചിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഭാഗ്യം പെട്ടെന്ന് തീർന്നു. അരമണിക്കൂർ കൊണ്ട് അവിടുത്തെ ബൈറ്റ് എടുക്കാൻ പറ്റി. ഒരു 13 പേരോട് തന്നെ അവിടെയും ചോദിക്കാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു എത്ര മണി, ഒരു 12:30-1 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നിനിപ്പോൾ നമ്മൾ ഇവിടെ പോവാണ്, തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ കൊച്ചി, അതാണ് നമ്മൾ ഇന്ന് നമുക്ക് പോയി കവർ ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് ഇനി തൃശ്ശൂർക്ക് പോവാം. ഐഫോണിൻ്റെ ചാർജറിൽ ഇടുന്ന സാധനം മേടിച്ചു സന, അപ്പോൾ അതിടാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കറുത്ത സാധനം കിട്ടി, അതിനി ചുറ്റി കയറ്റണം ഇതിൻ്റെ ഉള്ളിൽ. അതാണ് ആദ്യത്തെ പണി. എത്ര ടൈം എടുക്കുമോ? ഏകദേശം 2 മണിക്കൂർ എടുക്കുമോ? അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചാർജറിൻ്റെ ലുക്ക് ഇതിങ്ങനെയായി മാറിയിട്ടുണ്ട്. മറ്റേത് എന്ത് സാധനം? അത് അറ്റത്തിട്. അത് അവൻ പക്ഷേ ഇത് യൂട്യൂബിൽ പോലാത്ത ബുദ്ധിയാണ്. ഗായ്സ്, അങ്ങനെ കളമശ്ശേരി മുതൽ ഏകദേശം നമ്മൾ ചാലക്കുടി എത്താറായി. അപ്പോഴാണ് ഈ സാധനത്തിൻ്റെ ഇത്രയെങ്കിലും ആയത്. അത്രയ്ക്ക് എളുപ്പമായത്. സോ സിമ്പിൾ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഷിപ്പിൽ കയറി നമ്മൾ, ഷിപ്പല്ല കണ്ടെയ്നറാണ് ജങ്കാറിൽ കയറി ഞങ്ങൾ അപ്പുറം പൊക്കോണ്ടിരിക്കുക. നമ്മുടെ സിഗാറിലെത്തിയിരിക്കുന്നു. നല്ലൊരു വാക്കാറുണ്ട് ജബ്ബാർ. നമ്മൾ ജബ്ബാറിൽ യാത്രയാണ്. ക്രൂസ് ഷിപ്പ് നമ്മുടെ തൊട്ട് കൺമുന്നിലൂടെ പോകുന്നു. ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം. ഗായ്സ്, അങ്ങനെ തൃശ്ശൂർ കൊച്ചി ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്ക് എടുക്കാൻ പറ്റി. തൃശ്ശൂർ നമ്മൾ ഏകദേശം 13 പേരോട് ചോദിച്ചു. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള സ്വരാജ് റൗണ്ടിലാണ് പോയി ചോദിച്ചത്. അവിടെ അത്യാവശ്യം ആളുകളെ കിട്ടി. പക്ഷേ കുറച്ച് ടൈം എടുത്തുവെങ്കിലും തൃശ്ശൂർ എടുത്തത് നമ്മൾ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ ബീച്ചിലും പിന്നെ അവിടുത്തെ നടപ്പാതിലും പാർക്കിലേക്കായിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ കറക്കം May 8 റിലീസ്. ശ്രീനാഥ് ബാസിയാണ് അതിനകത്ത് മെയിൻ ലീഡ് ചെയ്യുന്നത്. ഒരു ഹൊറർ കോമഡി ജേണറിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന
ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാം. ഗൂഗിൾ പേയിൽ വഴി എനിക്കൊരു ഓഫർ കിട്ടിയതാണ് ബോട്ടിൻ്റെ ഒരു വാച്ച്. ശരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് 9,000 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ എനിക്ക് വെറും 1,274 രൂപയ്ക്ക് കിട്ടി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ നോക്കിയായിരുന്നു റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ റേറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ കൊടുത്തിട്ടുണ്ട് 8,999. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയ സാധനങ്ങൾ. യൂസർ മാനുവലുണ്ട്, പിന്നെ അതേ വാറണ്ടി കാർഡ്, പിന്നെ സ്റ്റിക്കർ, ബോക്സ്. ഇത് സാധനം ഭയങ്കര ഹൈ ക്വാളിറ്റിയിലോട്ടെ ഒരു പാക്ക് ചെയ്തേക്കണം. ഇത് ഇനി ഇങ്ങനെ തുറക്കണമെന്ന് നോക്കണം, എനിക്കിത് പൊളിച്ചെടുക്കണമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇത് അതിൻ്റെ ഒപ്പം ചാർജിങ് കേബിൾ ഇട്ടിട്ടുണ്ട്. ബോട്ട് സ്മാർട്ട് വാച്ചസ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടൈറ്റായിട്ടാണ് വെച്ചായിരുന്നു. നമുക്കിതിനി അൺബോക്സ് ചെയ്യാം. ബോട്ട് യേ ഗായ്സ് ഓണാക്കാൻ നോക്കിയപ്പോൾ ഓണായില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചാർജിങ് കേബിൾ വരുന്നത്. ഇതിലാണ് ചാർജിങ്ങിൻ്റെ ഒരു സാധനം വന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് മാഗ്നറ്റാണ് ഇവിടെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സ്റ്റിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി ചാർജ് ചെയ്ത് നോക്കാം. ഗായ്സ് വാച്ച് ഓണായി. ഇത് അതിൻ്റെ നമ്മുടെ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ മാനുവൽ ഓപ്ഷനിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് 2.5 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഇതേ സംഭവം ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു 2 മണിക്കൂർ കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഗായ്സ് അപ്പോൾ നമ്മുടെ വാച്ച് റെഡി ആയിരിക്കുകയാണ്. കറക്റ്റ് 6 മണിയായപ്പോഴേക്കും ഫുൾ ചാർജായി സെറ്റ് ചെയ്യണ്ട. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി പഠിക്കണം. ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.